ചില സമയങ്ങളിൽ ബൈബിളിലെ താളുകൾ മറിക്കുമ്പോൾ അവയുടെ സാദൃശ്യമുള്ള ജീവിതങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട്. എന്നാൽ എന്റെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ഒരു കഥ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. മാതാപിതാക്കൾ ഒരു കാർ ആക്സിഡന്റിൽ നഷ്ടപ്പെട്ട 16 വയസ്സുകാരിയായ പെൺകുട്ടി. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് അവൾക്ക്. എന്നാൽ ഇതൊന്നും സാധ്യമല്ല, അഥവാ നടക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം അവൾക്കുണ്ട്. അങ്ങനെ സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും ഒരു ജീവിത നടുവിലൂടെയാണ് ദൈവം അയച്ച ദൂതനെ പോലെ എന്ന് വണ്ണം ഒരു മനുഷ്യൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവളുടെ നേരെ കുറച്ച് പണം നീട്ടിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇത് നിന്റെ പഠന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക. നാളെ നീ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തുമ്പോൾ എന്നെ ഓർക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ ആ മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടി ആ പണം നിരസിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ കൂടെ ഒന്ന് വരാമോ? ആ പെൺകുട്ടി ആ മനുഷ്യനെയും കൊണ്ട് പോയത് പടുതായിട്ട് മറിച്ച് ഒരു ചെറു കുടിലേക്കാണ്. അവിടെ ക്യാൻസർ ബാധിച്ച് ചികിത്സയ്ക്കായി പണമൊന്നുമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഈ പണം എന്നേക്കാൾ ആവശ്യം ഈ മനുഷ്യനാണ്, ഇത് ഈ മനുഷ്യന് കൊടുത്തുകൊള്ളുക. നിറഞ്ഞ കണ്ണുകളോടെ ആ മനുഷ്യൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഇത്രയും സങ്കടങ്ങളുടെയും ദുഃഖത്തിന്റെയും നടുവിൽ എങ്ങനെ നിനക്ക് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നു? നിന്റെ അയൽക്കാരന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു? ചിലരിൽ ഈ കഥ ആശ്ചര്യമുണർത്തിയേക്കാം. ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റും നടക്കുമോ എന്ന് ചിന്തിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ഇങ്ങനെയും ചില ജീവിതങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് കാണാനായി സാധിക്കും. മാനസാന്തരത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും മൂല്യങ്ങൾ ഈ നോയമ്പ് കാലത്ത് നമുക്ക് എല്ലാവർക്കും ആഹ്വാനം ചെയ്യാനായി സാധിക്കട്ടെ.